ശിവപാസ്റ്ററെ, ഈ മിഥ്യ എന്ന് പറയുമ്പോഴേ ഇവര് ഈ കാണപ്പെടുത്തു എന്ന് പറയുമ്പോ അത് ഇല്ലാത്തതാണെന്ന് പറയുന്നില്ല കേട്ടോ. വ്യാവഹാരിക തലത്തിൽ വളരെ റിയൽ ആയിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ. എല്ലാം സൈമൾട്ടേനിയസ്ലി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് കാലം എന്ന് പറയുന്നതാണ് ഒരു കാണപ്പെടലായിട്ട് എടുക്കുന്നത്. പിന്നെ അതേപോലെ തൃകശൈവിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഈ ട്രിനിറ്റി പറയുന്ന പോലെ തന്നെ എടുക്കുന്നുണ്ട്. മിഥ്യ എന്ന് പറയുന്ന സമയത്ത് അല്ല അത് ചേഞ്ചിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആബ്സല്യൂട്ട് നോൺ ഡ്യുവലിസമാണ് ഞാൻ പറഞ്ഞത്. ആബ്സല്യൂട്ട് നോൺ ഡ്യുവലിസം മോണിസമാണ്. അതെ അതെ, ആബ്സല്യൂട്ട് നോൺ ഡ്യുവലിസം തന്നെയാണ് അദ്വൈത വേദാന്തവും തൃകശൈവിസവും പറയുന്നത്. രണ്ടും മോണിസ്റ്റിക് പൊസിഷൻസ് ആണ്. അതില് ഈ ലോകം എന്ന് പറയുന്നത് ഇത് 3 tier ആയിട്ടാണല്ലോ തിരിച്ചിട്ടുള്ളത്. സാറിന് അറിയാൻ തോന്നുന്നു. അറിയാം. വ്യാവഹാരികം, പ്രാതിഭാസികം, പാരമാർത്ഥികം. അപ്പൊ ഈ വ്യാവഹാരികത്തിൽ ഇതൊക്കെ റിയലാന്ന് തന്നെ എടുക്കും, ഇതില്ലാത്താണെന്ന് പറയത്തില്ല. പിന്നെ പ്രാതിഭാസികത്തില് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുള്ള. ദൃക്ക് ദൃഷ്ടിയിൽ എടുക്കുമ്പോൾ ദൃഷ്ടാവും ദൃക്കിന്റെ മുന്നിൽ, അതായത് ഒബ്സർവർ ആൻഡ് ഒബ്സർവേഷൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒബ്സർവേഷൻസ് എപ്പോഴും ട്രാൻസിയന്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് നൈരന്തര്യം ഇല്ല എന്നാണ് ഈ മിഥ്യ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ഇല്ല എന്നുള്ളൊരു സാരം എടുക്കുന്നില്ല. കുറച്ചുപേര് അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അത് തെറ്റാ. അത് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്ന് പറയും. അപ്പൊ നമ്മൾ ഏറെക്കുറെ ഒരു എഗ്രിമെന്റ് വരും അങ്ങനെ വരുമ്പോഴേ. അക്ഷയ് ചേട്ടാ, ഈ മിഥ്യ എന്ന് പറയുന്ന ആരും ഇല്ല എന്ന് പറയുന്നില്ല. ഇല്യൂഷൻ എന്ന് പറയുന്നത് ഉള്ളത് ഇല്ലാത്തത് ഉള്ളത് മാതിരി അതൊന്നും അല്ല കാണുന്നത്. അർത്ഥം. അത് അതാണ് അഷ്ടാവക്ര ഗീതന്ന് വരുന്നതാണ്. അത് അഷ്ടാവക്ര ചോദിക്കും, ജനകൻ ചോദിക്കും അതാണോ ഇതാണോ സത്യം എന്നുള്ളത്. അങ്ങനെ അതിന്ന് വരുന്ന ഈ അർത്ഥത്തിലാണ് മാണ്ഡുക്യകാരികയൊക്കെ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വളരെ ഷാലോ അറിവുള്ളൂ, അതാണ് നിങ്ങൾ അങ്ങനെ പറയണത്. അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇല്ലേ ഒറ്റയടിക്ക് ആ ബ്രഹ്മം തൗഹീദ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് പോകും കാക്കമാര്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടെ. ഇത് എങ്ങനെയാണ് വ്യാവഹാരികം? ഇവിടെ എല്ലാം വെവ്വേറെയാ. ഈ തലത്തിന് വ്യാവഹാരികം എന്നാ പറയാ. ഭഗവത്ഗീത നോക്കിയതിന് ആദി ഭൗതികം എന്ന് പറയും. ആദി ഭൗതിക തലത്തിൽ ദ്വൈതമല്ല, അതായത് മൾട്ടിപ്ലിസിറ്റി, എല്ലാ വ്യത്യാസങ്ങളാ. ഇവിടെ സൃഷ്ടാവ് സൃഷ്ടി ചെയ്യുന്ന എൻറ്റിറ്റീസിനെ അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യകാരണ ബന്ധത്തോടു കൂടി ഇതിനൊരു ചരിത്രമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ യാതൊരു ചരിത്രവും ഇല്ല എന്നും കാര്യകാരണ ബന്ധം നോക്കുമ്പോൾ മാത്രം വരുന്നു എന്ന് പറയുന്ന തലമാണ് പ്രാതിഭാസികം. അവിടെയാണ് ദ്വൈതം വരുന്നത്. ശിവശക്തി ബ്രഹ്മമായ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പറയുന്നത്. നിങ്ങൾ മാണ്ഡുക്യകാരിക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് മാണ്ഡുക്യോപനിഷത്തിന്റെ ഇത് വെച്ചിട്ട് ഗൗഡപാദർ രചിച്ചതാണ്. അദ്വൈത വേദാന്ത അതിന്റെ ഒരു ഫണ്ടമെന്റൽ സാധനമാണ്. ശങ്കരാചാര്യരുടെ ഗുരുവാണ് അദ്ദേഹം. അതിൽ കൃത്യം പുള്ളി പറയും സ്വപ്ന ജാഗ്രത വേർതിരിക്കാൻ പോലും പറ്റില്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ് സത്തയിൽ. അതൊക്കെ പ്രാതിഭാസികത്തിലെ സംഭവമാണ്. നിങ്ങൾ വളരെ ഷാലോ ആയിട്ട് ഇതൊക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് ഒന്നാണ്, അള്ളാഹു ആണ് ആ പരബ്രഹ്മം എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ഗോൾ അടിക്കും. ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഇത് ഹിന്ദുക്കൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് ഇത് കുറെ പേര് വന്നിങ്ങനെ മോൾ ചെയ്ത് പോകും. അക്ഷയ് ചേട്ടാ, ഇങ്ങനെ പറയണത് മോണിസ്റ്റിക് ആണ്, ഓർത്തഡോക്സ് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ സുന്നി ഇസ്ലാം അക്ഷയ് ചേട്ടാ, എവിടെ ഗോൾ അടിക്കാൻ പറ്റുന്നു നോക്കി ചേട്ടാ നടക്കുക. ഒരു മിനിറ്റ്. ഈ എന്താ ക്രിസ്ത്യാനിറ്റിയിലും ഈ ഖുർആനിലും പറയുന്നത് സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിലെ ഈ പോയിന്റ് അദ്വൈതം എന്ന് പറയുന്ന പോയിന്റ് അല്ല. നമ്മളെ എല്ലാതും പോയിന്റ് ഒന്നും അല്ല. അങ്ങനെ ഒരു മിനിറ്റ് പോയിന്റ് അക്ഷയ് ചേട്ടാ, ഹിന്ദു എന്ന് പറയുമ്പോ തന്നെ ദേശകാലത്തിലൊക്കെ അതായത് വന്നു കഴിഞ്ഞു. ഒരു അല്ല, ഞാൻ മിനിറ്റ് നമ്മളെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല, ഞാൻ പീഡിയക്കലിനോട് സംസാരിക്കാൻ വന്ന. ഷിബു പാസ്റ്ററെ, പറഞ്ഞ അല്ല അതില് പറഞ്ഞു. ഞാന് ഈ അടുത്ത് നമ്മളെ അക്വിനാസിന്റെ ഒരു സംഭവം ട്രിനിറ്റിയില് ഇവിടെ തന്നെ ഈ എൽദോസും പിള്ളേരും ഒക്കെ പറയുമ്പോ ഞാൻ ഒരു സാധനം കിട്ടിയായിരുന്നു. അതില് പിതാവിന്റെ സെൽഫ് റിയലൈസേഷൻ പ്രോസസ്സിൽ വരുന്ന ഇമിനൻസ് ആണ് ക്രിസ്തു എന്ന് പറയുന്നുണ്ട്, പുത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഡൈസെക്ട് ചെയ്ത് നോക്കുമ്പോഴേ തൃകശൈവിസവും ഈ അദ്വൈത വേദാന്തം കുറച്ചുകൂടെ ക്രിപ്റ്റിക് ആയിട്ടാ പറയുന്നത്. പക്ഷെ തൃകശൈവിസം പറയുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ഞാൻ പിന്നെ അത്തനേഷ്യസിന്റെ ഒരു സാധനം കൂടെ നോക്കിയായിരുന്നു. അത്തനേഷ്യസ് പറഞ്ഞത് പിതാവിൽ സൃഷ്ടി ആരംഭിച്ച് പുത്രനിലൂടെ പ്രവഹിച്ച് എന്താണ് ഹോളി സ്പിരിറ്റിൽ സൃഷ്ടി പൂർണ്ണമാവുന്നു എന്നല്ലേ. എക്സാക്ട് സെയിം സാധനം നമ്മുടെ ഇതിലുണ്ട്. അതായത് ഇത് ചിത് സ്വരൂപത്തിൽ നിന്ന് അതായത് സൃഷ്ടി ആരംഭിക്കുകയും ശിവനിലൂടെ പ്രവഹിച്ച് ശക്തിയിലാണ്
ഈ ജഡപ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങളും എല്ലാ സൃഷ്ടികളും പൂർത്തീകരണം വരുന്നതാണ്. ഓർത്തഡോക്സി ക്രിസ്ത്യാനിറ്റി ശരിക്കും ഞാൻ കൂടുതൽ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്ത് പഠിക്കുമ്പോ അതേ സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളാണ് ഇത് പറ്റത്തില്ല, അറിയാൻ പറ്റില്ല, സൃഷ്ടാവ് വേറെ സ്വർഗം വേറെ ഉണ്ടെന്നൊക്കെ എടുക്കുന്നത്. ഓർത്തഡോക്സി ഈ തൃകശൈവിസം തന്നെ പറയുന്നുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ നോക്കുമ്പോ കാണുന്നത്. അതെ അത് തിയോസിസ് പഠിക്കുമ്പോ അങ്ങനെ വരും. ഈ തിയോസിസ് ശിവേട്ടാ ഒരു മിനിറ്റ്. അക്ഷയ് ചേട്ടാ, ഈ വേദത്തില് ശൈവം വൈഷ്ണവ ശക്തി എന്ന് പറയുന്നുണ്ടോ? അത് വേദത്തിലൊന്നുമല്ല. നിങ്ങൾ തന്ത്രസമുച്ചയം വായിച്ച 7 തരത്തിലുള്ള ആരാധനാ രീതികളുണ്ട്. അല്ല വേദം. അതിലാണ് വേദത്തില് ശാക്തേയം, വൈഷ്ണവം, ശാക്തേയം, സ്കാന്തം, ഗാണപത്യം, ശാസ്ത, ത്രിദിനാശകർ എന്ന് പറഞ്ഞ 7 ദേവതകളെ പറ്റി പറയുന്നുള്ളത്. താൻ വെള്ളം അടിച്ചിട്ടിരിക്കുക. എനിക്ക് തന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. അല്ല ഞാനും കാര്യമായിട്ട് പറയണ കാര്യമായിട്ട് എന്താ താൻ എന്റെ അടുത്ത് വേദത്തില് പറയണ്ട. തനിക്ക് എന്തേലും പറയാണ്ട് താൻ പറഞ്ഞോ. ഞാൻ ഇടപെടുന്നില്ല. എന്റെ അടുത്ത് ചോദിക്കണ്ട. ഞാൻ ഇങ്ങനെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നാ. ഇങ്ങനെ അധികം കാണാറില്ല. ഇങ്ങനെ ഉള്ളപ്പോ എനിക്ക് വരാനും പറ്റാറില്ല. ഞാൻ വെള്ളടിച്ചിട്ടില്ല. വെള്ളടിച്ചു എന്നുള്ള കാര്യം പറയണ്ട. വേദത്തില് ഇങ്ങനെ ഹലോ ശൈവ വൈഷ്ണവ ശാക്തീയം പറയുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ ശണ്ട കൂടല്ലേ? നമുക്ക് എന്താ പറയാ, ആരോഗ്യപരമായ ഒരു ചർച്ചയല്ലേ വേണ്ടത്? ആരോഗ്യപരമായിട്ട് പുള്ളിയായിട്ട് അല്ലാണ്ട് ചർച്ച ചെയ്യാനില്ല. ഞാൻ ഇങ്ങനെ പീഡിയകളെ കണ്ടപ്പോ വന്നതാ. പീഡിയകളുടെ അടുത്ത് സംസാരിക്കാൻ. അല്ല, നല്ല അക്ഷയ് പറഞ്ഞു. പൊന്നറച്ചി അദ്ദേഹത്തിന് മറ്റേ പുള്ളിയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതിനെ നമ്മൾ നിർബന്ധിക്കുന്നേ. അദ്ദേഹം സംസാരിക്കണ്ട. അത് നമ്മളതല്ലേ ഒരു മര്യാദ. ചിലർക്ക് ചിലരുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും അങ്ങനെ മിണ്ടാൻ പറ്റുമോ? അത്രേ പറ്റുള്ളൂ. ഈ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന സ്ഥൂലോപാസനയുടെ ഒരു ചിട്ടപ്പെടുത്തിയ നമ്മുടെ ഈ കർമ്മ പ്രക്രിയയാണ്. ക്രിസ്ത്യാനിറ്റി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വിശിഷ്ടാതിലൂടെ വിശിഷ്ടാദിത്യം എന്ന് പറഞ്ഞാൽ ഈ രാമാനുജൻ വിശിഷ്ടാദ്വൈതം. സാധ്യതയുണ്ട് കൃത്യം പഠിച്ചില്ലെങ്കിൽ. അത് ഞാൻ മനസ്സിലാക്കിയത് ശങ്കരൻ വന്ന ശേഷം മധ്വൻ സ്ട്രിക്ട്ലി അത് തെറ്റാണ്, ദ്വൈതമാണെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെയല്ല ഓണ്ടോളജി ഇരിക്കുന്നത്. ഈശ്വരൻ, പ്രകൃതി, ജീവൻ എന്ന് പറഞ്ഞ 3 വ്യത്യസ്തമായ ഓണ്ടിക് എൻറ്റിറ്റികൾ ഉണ്ടെന്നും ഇവർ തമ്മിലുള്ള ഭേദം, ജീവ ഭേദം, പ്രകൃതി ഭേദം, ഈശ്വര ഭേദം, ഈശ്വര പ്രകൃതി ഭേദം പെർപ്പച്വലി നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം മധ്വൻ അവതരിപ്പിച്ചു. ഇത് വൈഷ്ണവിസത്തിൽ ബേസ് ചെയ്തിട്ട്, അത് നാരായണനാണ് ഈശ്വരൻ എന്നും കൂടി മധ്വൻ പറയുന്നുണ്ട്. അതിനുശേഷം ആ ലൈനിൽ വല്ലഭാചാര്യര്, രാമാനുജര് ഒക്കെ വന്നപ്പോ അവർ ആക്ച്വലി മധ്വൻ പറയുന്നത് എടുത്തിട്ടില്ല. അവര് ശങ്കരന്റെ അദ്വൈതമായിട്ട് കൂട്ടി. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ തന്ത്രത്തിന്റെ ആസ്പെക്റ്റും വർഷിപ്പിന്റെ ആസ്പെക്റ്റും ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ധർമ്മത്തിന്റെ ആസ്പെക്റ്റും ഒക്കെ കുറച്ചുകൂടെ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ ഇതെന്താ വെച്ചാൽ ഇത് കുറച്ച് വാട്ടർ ഡൗൺ ചെയ്ത് പറഞ്ഞു കൊടുത്താലേ സമൂഹത്തിൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ മോണിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുന്നതിന് 3 തലമുണ്ട്. ഒന്ന്, ഇതിന്റെ ശബ്ദം കൃത്യം മനസ്സിലാക്കണം. ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃത്യമായ ഹൈപ്പോത്തിസിസ്. അത് മനസ്സിലാക്കിയ ശേഷം അത് നിങ്ങളുടെ യുക്തിക്ക് ബോധിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബുദ്ധി, ചിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായ വസ്തുക്കളുണ്ട്. ചിത്തത്തിൽ കോൺട്രഡിക്ടറി ആയിട്ട് 2 ഐഡിയകൾ നിന്നിട്ട് നമുക്കൊരു ബയസിന്റെ പേരിൽ ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലൊന്നും നമുക്കത് ബോധ്യത്തിൽ വരില്ല. അത് യുക്തിയിൽ ബോധ്യം വരണം. അത് അനുമാനം എന്ന് പറയും. യുക്തിക്ക് ബോധ്യപ്പെട്ട ശേഷം ഇത് അനുഭവത്തിലൂടെ വരണം. അദ്വൈത അനുഭവം, അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നുണ്ട്. അത് ഈ ഇതിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യോഗ സാങ്കേതിലൊക്കെ അതൊക്കെ ദ്വൈതാണെങ്കിലും അവരിത് ഹിന്റ് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് ഇത് 3 തലമായിട്ടാണ് പറയുന്നത്: വ്യാവഹാരികം, പ്രാതിഭാസികം, പാരമാർത്ഥികം. വ്യാവഹാരികത്തില് എല്ലാവരും ഉണ്ട്, സമൂഹമുണ്ട്, ഞാനുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, എനിക്കൊരു ചരിത്രമുണ്ട്, ഭാവിയുണ്ട്, ഇതൊക്കെ ഉള്ളതാ. ഇതില്ല എന്ന് പറയുന്ന വേഴ്സസ് ഇതില്ല. പ്രാതിഭാസിക തലത്തിൽ പോയാൽ ഇതില്ല. പക്ഷെ ഇത് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇത് ആഴത്തിൽ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു ത്വര കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഈഗോ കാണിക്കാനോ ഇറങ്ങി എടുത്തു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടത് ഇവിടെ പറയും. അതായത് ഇതൊക്കെ മായയാ, നിങ്ങൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കളയും. അല്ലെങ്കിൽ അവിടെ പോയിട്ട് പറയും, അല്ല ഇത് ഒരാൾക്ക് മോക്ഷം കിട്ടിയ എല്ലാവർക്കും മോക്ഷം കിട്ടട്ടെ, ഇതെന്താ നടക്കാത്ത. ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ വാദങ്ങളൊക്കെ പരിമിതപ്പെടുത്തി വെച്ചിരിക്കുക. വേദാന്തത്തിൽ ഇങ്ങനെ ഉണ്ട്: ക്രമസൃഷ്ടിവാദം, വിവർത്തവാദം, ദൃഗ്ദൃഷ്ടിവാദം, യുഗപത് സൃഷ്ടിവാദം. 4 വാദങ്ങളുണ്ട്. ഈ രമണ മഹർഷി ഇൻട്രൊഡക്ടറി ആയിട്ട് ക്രമസൃഷ്ടിവാദേ പറഞ്ഞു കൊടുക്കുള്ളൂ. അതുപോലെ ഈ വിശിഷ്ടാദ്വൈതം മോണിസ്റ്റിക് ആയിട്ട് ഒരു ഈശ്വരന്റെ ആരാധനയും എന്നാൽ സത്താപരമായിട്ട് ഒന്നാന്നൊക്കെ നമുക്ക് ഇവിടെ ഭൗതികതയിൽ പ്രവർത്തിക്കാനും ആത്മീയതയിൽ നിൽക്കാനും വേണ്ടിയുള്ള ഒരു
ഒരു പ്രിമൈസ് ആണ്. അത് യഥാർത്ഥ സത്യം എന്നൊന്നും പറയില്ല. പക്ഷെ അത് യഥാർത്ഥ സത്യം അല്ല, വേറെ സത്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനെ കുഴപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പതഞ്ജലിയൊക്കെ കൃത്യം അതാണ് ചെയ്തിട്ടുള്ളത്. കാരണം മഹർഷി സ്വത്തം അറിയാൻ പറ്റുമെന്ന് പറയുമ്പോഴും പല പുരുഷന്മാരുണ്ട്, പല പ്രകൃതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന സാധന നിർബീജ സമാധി എന്ന് പറയുമ്പോ അവിടെ സത്യം വേറെയാ. പക്ഷെ ആ സത്യം പുള്ളി അവിടെ എഴുതി വെച്ചിട്ടില്ല. അത് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള ഇതിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വേദാന്തം പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, പല വാദങ്ങളും പുറമെ പൊതുസമൂഹത്തിൽ സംസാരിക്കരുത്, പല കാര്യങ്ങളും പറയുന്നു. ഇപ്പൊ സമൂഹത്തിൽ കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ അവൈലബിൾ ആണ്, അത് വായിച്ച ആൾക്കാരുടെ കിളി പോകാറുണ്ട്. അപ്പൊ അത് റിസർവ് ചെയ്തിട്ട് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്ന ലെവല് സാധനങ്ങളുണ്ട്, അത് കൊടുക്കുക. ബാക്കിയുള്ള വാദങ്ങൾ റിസർവ് ചെയ്ത് വെക്കുക. അപ്പൊ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മോണിസ്റ്റിക് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ വെസ്റ്റിൽ ഇതിന്റെ ഒരു അനാലോഗ് ആയിട്ട് ബെർണാഡോ കാസ്ട്രോ അനലിറ്റിക് ഐഡിയൽസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. അത് നല്ലൊരു സംഭവം. അത് വിശിഷ്ടാദ്വൈതം, വല്ലഭാചാര്യർ പറഞ്ഞൊരു അദ്വൈതം, പിന്നെ നിംബാർക്കൻ, എനിക്കിതൊന്നും ഇപ്പൊ കറക്റ്റ് ഓർമ്മയില്ല. അതേപോലെ തൃഗശൈവിസത്തിന്റെ വേരിയേഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ മോണിസ്റ്റിക് പൊസിഷൻസ്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു വ്യത്യാസമുള്ള രീതിയിലാണ്. അത് ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഉപയോഗപ്രദമായ പൂർണ്ണമല്ലാത്ത സത്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ഷിബു പാസ്റ്റർ? ഞാനുണ്ട്. പാസ്റ്ററെ, അന്ന് നിങ്ങളൊരു പരിപാടിക്ക് വിളിച്ചായിരുന്നില്ലേ? അതുപോലെ നിങ്ങൾ കുറച്ച് വോക്കലായിട്ട്, എൽദോസും ഉണ്ട്, എൽദോസും നിങ്ങളും ഇവിടെയുള്ള ആൾക്കാർ, ക്രിസ്ത്യൻസിനെ ഞാൻ ഇതൊരു കാണുന്നുള്ളൂ. ആ ഫിലോസഫി ഒക്കെ പൊടിതട്ടിയെടുത്ത് പാസ്റ്റർ ഒന്ന് സോഷ്യലിയും കൂടി ഇൻവോൾവ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു മൂവ്മെന്റ് പോലെ തുടങ്ങിയ ഞാനും ഫിലോസഫിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഞാനും എൽദോസും ഒക്കെ സഹായിക്കാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഇത് ആൾക്കാരിലേക്ക്, ഇപ്പൊ ക്ലബ് ഹൗസിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള കുറെ പേരുണ്ടാവും, ക്രിസ്ത്യൻസിലും അല്ലാതെയൊക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇതിൽ പോകാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. ആ ഗ്രന്ഥം എഴുതുന്ന കാര്യം എന്തായി? പാസ്റ്റർ അതൊന്നും വിട്ടോ? ആയില്ല. പക്ഷെ എന്തു പറയും പാസ്റ്ററെ, നിങ്ങളുടെ ഇതില് ഈ ക്രിസ്ത്യൻ മിസ്റ്റിസിസം അറിയാവുന്ന ആളുകള് ഇല്ല. പാസ്റ്ററിന്റെ മിസ്റ്റിസിസം പ്രാക്ടീസും അറിയാം, തിയറി ഒക്കെ അറിയാലോ, തിയോളജി ഒക്കെ. അപ്പൊ കൃത്യമായി ചിട്ടപ്പെടുത്തി എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എൽദോസ് മോഡേൺ ഫിലോസഫിയിൽ കുറച്ച് ഇത് അന്വേഷിക്കുന്നുണ്ട്. ഒരു ഗ്രന്ഥം എഴുതാനൊക്കെ എൽദോസിനും എനിക്കൊക്കെ പാസ്റ്ററിന് ഈ സയൻസ് പേപ്പറും ഫിലോസഫി പേപ്പറും ഒക്കെ തരാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററിന് കുറച്ചുകൂടി ഒരു, എന്റെ അഭിപ്രായത്തിൽ പാസ്റ്റർ എഴുതാണെന്നാ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് പോയതാ. അത് ശരിയാ. അപ്പൊ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന് അതേപോലെ നമ്മള് നിൽക്കുന്നത് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുമല്ലോ. ടുബിയിലോട്ട് പോകാനാ പാസ്റ്റർക്ക് താല്പര്യം എന്നുള്ളതാണല്ലോ ഈ റൂമൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പാസ്റ്റർ ടുബിയിലോട്ട് തന്നെ പോണം. അദ്വൈത അനുഭവം കിട്ടിയ സ്ഥിതിക്ക് പാസ്റ്ററിന് കുറെ സത്യം അറിയാം, ഇതിന്റെയൊക്കെ ഒരു വ്യർത്ഥതയൊക്കെ അറിയാമെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, അതായത് ആ സ്വരൂപം തന്നെയാണല്ലോ ഇവിടെ എല്ലാം ഇരിക്കുന്നത്. പല കാലങ്ങളിൽ പാസ്റ്ററിന്റെ ഉള്ളത്തെ സ്വരൂപം തന്നെ ഇവരായി ഞാനായി ഒക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോ പാസ്റ്ററിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ, അത് ഈ കാലത്ത് ഭയങ്കര ഒരു യൂസ്ഫുൾ സാധനമായിരിക്കും. നാളെയൊക്കെ എടുക്കാലോ. അത് കാരണം അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഒരു പൊസിഷൻ അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പൊ എൽദോസോ ഞാനോ ഒന്നും വിചാരിച്ചൊന്നും നടക്കൂല. ഞങ്ങൾ ഇങ്ങനെ ക്ലബ് ഹൗസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ റീച്ചും ആധികാരികതയും ഒക്കെ കിട്ടുകയും അതൊരു വളരെ നല്ലൊരു പോസിറ്റീവ് സാധനമായിട്ട് മാറും. നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് നമ്മളെ ഇതൊക്കെ എഴുതുന്നതിൽ നിന്ന് തടയുന്നതും. അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരിടയ്ക്ക്. ഐ മീൻ, എനിക്ക് ആ പരമമായ ഇത് കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ എനിക്ക് പ്രാതിഭാസികം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈശ്വരന്റെ കൃപ കൊണ്ട് എനിക്ക് കുറെ കാര്യമൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഒരിടയ്ക്ക് ഞാൻ ഈ വ്യർത്ഥ നിഷ്ക്രിയത്വ ഇതിലേക്ക് പോയായിരുന്നു. അതായത് എല്ലാരും അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ വഴി പൊക്കോളുമല്ലോ എന്ന്. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോ ഇല്ലേ, ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ നിൽക്കുമ്പോ
എന്റെ അച്ഛനും അമ്മയും എനിക്ക് പൈസ തന്നു, പഠിത്തം തന്നു, ഇതുവരെ എത്തിച്ചു. അതായത് എന്റെ അറിവിലേക്ക് പല കാര്യങ്ങളും പൂരിപ്പിച്ചു തരാൻ ഇവിടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ ചോദിച്ചാ ഇപ്പം നമ്മളെ ഇതില് തൃക വെച്ച് പറയാം. ആ ശിവസ്വരൂപം അക്ഷയ് എന്ന പെർസ്പെക്റ്റീവിലൂടെ ഈ കഥ കാണുമ്പോ ഈ കാലത്തില് അക്ഷയ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ആരും ഉണ്ടാവില്ല, അതൊക്കെ ഓക്കെ ആണെങ്കിലും വേറെ കാലങ്ങളിൽ ഇവരും റിയൽ ആണല്ലോ, ഇവർക്കും കഥകൾ ഉണ്ടല്ലോ. അപ്പൊ അതിന് അക്ഷയ്ക്ക് പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു സാധനം അത് വേണം. കാരണം എന്താ വെച്ചാ അവർ പണ്ട് ശിവൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഈശ്വരൻ അവരിൽ പ്രവർത്തിക്കുന്ന കാലത്തിൽ അവർ പൂരിപ്പിച്ച ഇത് വെച്ചാണ് എനിക്കിത് കിട്ടുന്നത്. അവരിപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഇല്ലെങ്കിലും അവരിലേക്ക് അത് കൊടുക്കുക, കരുണ കാണിക്കുക എന്നുള്ളതല്ലേ ശരിക്കും ഞാൻ ചെയ്യേണ്ടേ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് എനിക്കും അങ്ങനെ, ഐ മീൻ അത് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മള് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, പക്ഷെ നമ്മൾ ആക്റ്റീവ് ആയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഞാനും ഇങ്ങനെ, ഞാൻ ടുബി അല്ല, ഞാനതിങ്ങനെ ചെയ്യാന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുക. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങളുടെ സാധനയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ സത്യം പൂർണ്ണ തിരിച്ചറിവ് കിട്ടി കാണും. എനിക്കത് പൂർണ്ണ തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. അതും കൂടെ കിട്ടി. പിന്നെ ഇതിൽ ഈ തന്ത്രത്തിന്റെ സിദ്ധി തലങ്ങളൊക്കെ കുറെ സാധനങ്ങളുണ്ട്. എല്ലാം ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി വെച്ചിട്ട് പറയുമ്പോ അതിന് കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവും. ഞാൻ അതുവേണ്ടി വെയിറ്റ് ചെയ്യുക. എൽദോസ് പറയുന്നുണ്ട് കേട്ടോ, എൽദോസ് ഇതൊരു മിഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. മാക്സിമം ആൾക്കാരെ സമൂഹത്തിൽ ഈ വഴിയിലേക്ക് കൊണ്ടുവന്ന് ഉദ്ധരിക്കണം എന്നൊക്കെയുള്ള സാധനം എൽദോസിനുണ്ട്. ക്ലബ് ഹൗസിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പാസ്റ്റർക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ കരുണ ചൊരിയാൻ ഗ്രേസ് ഓഫ് ഗോഡ് പാസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കും. ഇനി പ്രവർത്തിപ്പിക്കണം വേണ്ടേ? അല്ലെങ്കിൽ ആര് ചെയ്യും? പാസ്റ്റർ നോക്കിയേ ചുറ്റും ആരെങ്കിലും ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ പാസ്റ്ററിന് വെറുതെ ഇരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ക്ലബ് ഹൗസ് മുഴുവൻ തപ്പി ആദ്യമായിട്ടാണ് ഇത് കറക്റ്റ് ഗ്രൗണ്ട് ചെയ്ത് ഇത് മനസ്സിലാക്കുന്നത്. ഇത് മോണിസ്റ്റിക് പൊസിഷൻ ഫിലോസഫിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ഈ അപരോക്ഷാനുഭൂതിയുടെ ഒക്കെ ആ സംഭവം ഉള്ള ഒരു മനുഷ്യനായി തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളല്ലേ ഉള്ളൂ നിങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ അത് നിങ്ങളുടെ ഒരു ധർമ്മമായിട്ട് വരില്ലേ? ചെയ്തില്ലെങ്കിൽ കാലത്തിൽ എന്തായാലും വന്നോളും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. അക്ഷയ് ചേട്ടൻ ഒരുപാട് ചിന്തിച്ചിട്ട് ആൾക്കാരെ എന്താ പറയാ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ഒരു സ്പീച്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് കുറച്ചും കൂടി ലളിതമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കേക്കാവോ? കേൾക്കാം. പാസ്റ്റർ എന്തായാലും അതൊന്ന് ചിന്തിക്കുക കേട്ടോ. ഈ പാസ്റ്ററിനെ എപ്പോഴും കാണുമ്പോ ഇതാ പറയാൻ തോന്നുന്നത്. Yeah. പാസ്റ്റർ ഈ ക്രിസ്ത്യൻ മിസ്റ്റിസിസം പ്രാക്ടീസ് ഇവിടെ കേരളത്തിൽ ഒരാള് അറിയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല ക്രിസ്ത്യൻസിന്റെ ഇടയിൽ. അപ്പൊ അതും പാസ്റ്റർക്ക് പാസ് ഓൺ ചെയ്യാൻ ഒരു നൈതികമായ ബാധ്യതയില്ലേ? ഒരു പ്രൊട്ടീഷീനെ കണ്ടുപിടിച്ചതൊക്കെ പാസ് ഓൺ ചെയ്യണ്ടേ? തിയറി പിന്നെയും പറയാം, പക്ഷെ മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു സംഭവല്ലേ. ഇപ്പൊ ദർശനത്തിനെ പറ്റി പറയാം, അതിന്റെ യുക്തി പറയാം. ഓക്കെ, ഇതെങ്ങനെ അറിയും? അല്ല, അതിപ്പോ ഒരു ക്രിസ്ത്യൻ നിങ്ങളുടേതായ ഒത്തന്റിക് ആയിട്ട് വഴിയിൽ വരുന്ന ഒരു മെത്തേഡ് ഉണ്ടാവില്ലേ? അപ്പൊ ആ മെത്തേഡിന് അതിന്റേതായ ഒരു സീക്രട്ട്നെസ് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക്, ഞാനത് കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പൊ ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ അത് പാസ്റ്റർ അതും അർഹരായ ആൾക്കാർക്ക് പാസ് ഓൺ ഒക്കെ ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് വേറെ തരത്തിൽ എനിക്കറിയാം. പാസ്റ്റർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഇപ്പൊ ഇരുന്ന് പാസ്റ്റർ സംസാരിക്കുന്നത് പാസ്റ്ററിന്റെ ടു ബി എന്നുള്ളൊരു ഇതിലല്ലേ. ആ ടു ബി അങ്ങ് കത്തിച്ചു കളഞ്ഞാൽ കത്തി കയറി കഴിഞ്ഞാൽ പാസ്റ്ററിന്റെ ആ ഒരു ഫുൾ ഫ്രൂഷനിലേക്ക് വരും. അപ്പൊ പാസ്റ്ററിന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാതിഭാസിക തലത്തെ ആനന്ദങ്ങളൊക്കെ കിട്ടുന്നു. ശരിയാണ്.
അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇത് ഡെവലപ്പ് ആകാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിലീജിയൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി സ്വതന്ത്ര ചിന്തയ്ക്കും ഒക്കെ ഒത്തിരി തടസ്സമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ മൊണാസ്റ്റിക് മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ അതിനകത്തൊക്കെ ഒത്തിരി പേര് ഈ ഏകാന്ത ഭജനവും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കുറെ ഇത് ചെയ്തായിരുന്നു. പക്ഷെ ഈ എന്നാലും പറയുന്നേ, ഈ റിലീജിയൻ ഉണ്ടല്ലോ, അത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ വരുമ്പം ഇങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ തടസ്സം വരും. അതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് അത് കൂടുതലായിട്ട് വികാസം പ്രാപിക്കാഞ്ഞതും ഒക്കെ തന്നെ. ഇപ്പൊ തന്നെ ഈ അദ്വൈത ചിന്തയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹിന്ദുയിസത്തിന്റെ ഭാഗമല്ലല്ലോ. അപ്പൊ അവര് ക്ഷേത്രാരാധനയോ ഉത്സവം അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിരിക്കും. ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെററ്റിക് ആയിട്ട് കാണും ചിലര്, പക്ഷെ ഹിന്ദുയിസത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ ആ ഒരു സ്കോപ്പാണ് ശരിക്കും റിസ്റ്റോർ ആവേണ്ടത് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പറയുമ്പോ ഇയാള് നിരീശ്വരാദികളൊക്കെ പറയുന്നത് ഇയാളൊരു ഫേക്ക് ഏത്തിയസ്റ്റാ, അവിടെ കൂടി ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയൊക്കെയാ പറയണത്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്ര മിസ്റെപ്രസെന്റേഷനാ വരുന്നത്. നിങ്ങൾക്കത് പറയാനുള്ള ഒരു ഫ്രീഡം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനു വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കണം. ഇപ്പൊ ഫ്രീഡം ഉണ്ടല്ലോ, പഴയ പോലെ ക്ലർജിക്ക് പവർ ഒന്നും ഇല്ലല്ലോ. നിങ്ങളൊരു പുസ്തകം എഴുതി യുക്തിപരമായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കമ്പാരിറ്റീവ് റിലിജിയൻ, ഹിസ്റ്ററി, ഫിലോസഫി പേപ്പർ ഒക്കെ കോർത്തിണക്കിയ ഒരു ഗ്രന്ഥം എഴുതി അത് ബൈബിള് പഠിക്കുന്ന ആൾക്കാരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് പോകാൻ പറ്റും. അഗെയിൻ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആ പൊട്ടൻഷ്യൽ ഉള്ളത്. അത് ശരിയാ. ഈ ഒരു കാലഘട്ടം, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അതിനൊരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് ഇത്രയും നാൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇത് വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ നിൽക്കുമ്പോൾ അതൊന്നും അങ്ങനെ മുന്നോട്ട് പോകത്തില്ല. അത് കറക്റ്റാ പാസ്റ്റർ. അതായത് ഇതിപ്പോ ഈ തന്നെയാണല്ലോ, ഇത് പൊളിറ്റിക്സിലേക്ക്, രാജ്യഭരണത്തിലേക്കും ആത്മീയത വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ആത്മീയതയായിട്ടൊന്നും നിൽക്കത്തില്ല. അതിങ്ങനെയൊക്കെ ആവും. പക്ഷെ ഞാനത് നോക്കിയപ്പോ ക്രിസ്ത്യാനിറ്റിയില് ഇപ്പൊ വാറ്റിക്കാനൊക്കെ എക്സോർസിസത്തിനൊക്കെ പരിപാടികളുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു, ബൈബിൾ എക്സോർസിസത്തിന്റെ മെത്തേഡ്സിനെ പറ്റിയൊന്നും എവിടെയും പറയുന്നില്ല. അങ്ങനെ അതിന്റെ സ്ട്രക്ചർ എന്താ, എന്തു പരിപാടി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അച്ഛന്മാർക്ക് അറിയാം. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇവിടത്തെ ഈ റെൽമില് എൻറ്റിറ്റീസ് ഉണ്ടെന്നും എൻറ്റിറ്റീസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എന്താണ് പരിപാടി, ഇതെന്താ സംഭവം, പൊസഷൻ, ഇതിനെയൊക്കെ പറ്റി റിസർച്ച് ലൈക്ക് കാലാകാലങ്ങളായിട്ട് യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതിന്റെ ക്രോഡീകരിച്ച ശാസ്ത്രമാണ് തന്ത്രം. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എന്തോ ശാസ്ത്രതീതായിരിക്കണം എക്സോർസിസം ഒക്കെ എടുത്തിട്ടുണ്ടാവുക, റിച്വൽസ് ഒക്കെ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന സാധനം ഈ ബൈബിളിലത്തെ ആ ഒരു ആൾക്കാർ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് യേശുവിനെയും ഇതിനെയൊക്കെ കാണുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അത് ഇപ്പൊ മാറ്റാൻ പറ്റും കേട്ടോ. ഇതാണ് അതിന്റെ കാലം. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണോ ക്രൈസ്റ്റ് പറഞ്ഞത്, ആ മോണിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത എന്താണോ, ട്രൂത്ത് എന്താണോ, അത് റിവീൽ ചെയ്യാൻ പറ്റിയ സംഭവം ഇപ്പൊ. ഈ കാലഘട്ടത്തിന്റെ സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് അക്ഷയുടെ അഭിപ്രായം. അതിൽ തന്നെ ഇപ്പൊ എനിക്ക് പേഴ്സണലി കുറെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്താ വെച്ചാ നാട്ടുകാരോട് പറയാൻ അങ്ങനെ ഹിന്ദുക്കളോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഇത് അറിയുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും നിങ്ങൾ ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ട് സാരാംശം എഴുതിയാൽ പോലും 1,00,000 പേര് അത് തുനിഞ്ഞിറങ്ങി വായിച്ച 100 പേർക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായെന്നിരിക്കും. അതിൽ 10 പേര് പിന്നെ അതിലേക്ക് പ്രോഗ്രസ് നടത്തണം, ഇത് തിരിച്ചറിയണം എന്നുള്ള ഇതിൽ വന്ന അതിൽ ഒരാൾക്ക് ഈ അനുഭവം കിട്ടും. ഗീതയിലുള്ള സാധനം കേട്ടോ, ഇതിങ്ങനെ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ അനുഭവം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ദാർശനികമായ ഒരു വ്യക്തതയും എന്തല്ല സത്യം, സത്യത്തെ എങ്ങനെ കാണണം, എന്തായിരിക്കും സത്യം എന്നൊക്കെ യുക്തിപരമായിട്ട് ഒരു പ്രോട്ടോകോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അനുഭവം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഓഫ് കോഴ്സ് അത് ഭാഗ്യമുള്ളവർക്കും ഈശ്വര അനുഗ്രഹത്തിലൊക്കെ വരുന്നതാണ്. അത് പോട്ടെ. പക്ഷെ ഇങ്ങനെയല്ല ഇത് കാണേണ്ടത്. ആ ഒരു പൊട്ടൻഷ്യൽ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. പക്ഷെ അത് പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇത്രയും ഫേമസ് അല്ലേ, നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ചേർച്ചായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും എന്നെ പോലെ ഒരാൾ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ റീച്ചിന് വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. എല്ലാവർക്കും ചെയ്താലും എല്ലാവരുടെയും റേഞ്ച് ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ റേഞ്ച് വെച്ചിട്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ ചെയ്താൽ 100 ഇരട്ടി പോലെ ആയിരിക്കും.
അതേപറ്റി ചിന്തിക്കാം നമുക്ക്. എൽദോസുമായിട്ട് ഫാസ്റ്റർ വർക്ക് ഫാസ്റ്റർ ഐഡിയ ഒക്കെ കൊടുത്താൽ എൽദോസ് വർക്കും ചെയ്ത് ബിബ്ലിക്കലി എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ എഴുതണം എന്നൊക്കെ നിങ്ങളൊന്ന് വിചാരിച്ച ഒരു 5 വർഷത്തെ ഒരു പുസ്തകം എഴുതാനേ ഉള്ളൂ. അത് നാളെ ആൾക്കാർ വായിക്കുന്നു അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഒരു ഗ്രന്ഥം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോ അത് പിൻപറ്റി വരാനും അന്വേഷകർക്ക് എപ്പോഴും നോക്കാനും ഒക്കെ അതിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ക്ലബ് ഹൗസ് റൂം തീർന്നില്ലേ, നമ്മളെയൊക്കെ കാലം കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ആ ഗ്രന്ഥമായിട്ട് ഇവിടെ ഇരിക്കുമ്പോ ആ ക്രോഡീകരിക്കപ്പെട്ട ആശയം ഇങ്ങനെ ആൾക്കാർക്ക് ട്രൂത്ത് എപ്പോഴും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ നാളെ നിങ്ങളോ ഞാനോ തന്നെ വേറെ കാലത്ത് വേറെ ശരീരം എടുത്ത് വരുമ്പോ ഇത് ഈ ബുക്ക് റെഫറൻസ് ആയ ഗുണമല്ലേ, നമ്മൾ തന്നെയാണല്ലോ എല്ലാവരുമായി നിൽക്കുന്നതും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളോട് തന്നെ ബോധം വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു സർവീസ് അല്ലേ ഇത്. നമ്മുടെ ഈ മൂവിക്ക് അതേപോലെ അല്ലേ, ഇന്റർസ്റ്റെല്ലാർ. അതെ അതെ അതെ, ഫ്യൂച്ചറിൽ പാസ്റ്റിനെ ഹെൽപ്പ് ചെയ്യണം. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കൺവെൻഷനലി സത്യയുഗത്തിലേക്ക് എത്തി തന്നെ പറയാം. കാരണം ആൾക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലും അറിവിലും ഈ ഒന്നും ഹോളിവുഡ് ഭയക്കാതിരിക്കും. ഹോളിവുഡുകാരൊക്കെ ഇത് നല്ലപോലെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഹോളിവുഡുകാര് ഇതും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവന്മാര് ഫിലോസഫി, അതുപോലെ തന്നെ ഇതും എല്ലാ മിത്തുകളും അവർ അരച്ചു കലക്കി കുടിച്ചു പഠിച്ചിട്ട് അവന്മാര് സിനിമയൊക്കെ ഉണ്ട്. ഈ അവതാർ ജെയിംസ് കാമറൂൺ ഇവിടുത്തെ സാധനം ബേസ് ചെയ്തിട്ട് ചെയ്തത്. അവതാരം എന്ന് അയാൾ ഉദ്ദേശിച്ചത് തന്നെ, പിന്നെ അതവിടെ ഇതാകത്തോണ്ട് അവരെ അവതാറിനാക്കി. അയാൾക്ക് ഇന്ത്യൻ മിത്തും ഇന്ത്യൻ ഫിലോസഫിയും ഒക്കെ അറിയുന്ന ആളാ. അതെ അതെ, അയാൾ ഈ രാജമൗലിയായിട്ട് ചെയ്യുന്ന കണ്ടൊക്കെ പരിപാടി. രാജമൗലിയുടെ മൂവിയുടെ ഒക്കെ ഫാനാന്ന് പറയുന്നത്. പുള്ളി ആറാറൊക്കെ കുറെ കണ്ടു അമേരിക്കയിലൊക്കെ സ്ക്രീനിങ്ങിന് വന്നപ്പോ. മാസ്റ്റർ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ആ മെഡിറ്റേറ്റീവ് പ്രാക്ടീസസ് ഒക്കെ തുടർന്ന് ചെയ്യുന്നുണ്ടോ? ഈ ക്രിസ്ത്യൻ ഒന്നും ഓർത്തഡോക്സിയില്ലേ, അപ്പം ഈ സിദ്ധികൾ അത് ഇന്നെവിറ്റബിലി അത് ഒന്ന് തൊട്ടു പോകുമല്ലോ, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടോ? ഇല്ല അങ്ങനെയില്ല. നമ്മുടെ ഇല്ല. ഒരു തന്ത്രവിദ്യയുടെ അതാ ഹീലിംഗ് ഒക്കെ ഹാപ്പൻസ് എന്നുള്ളതാണ്, അല്ലാതെ ഒരു തന്ത്രവിദ്യ പോലെ അങ്ങനെ ഒരു ബ്രാഞ്ച് സ്പെഷ്യൽ ഡെവലപ്ഡ് ആയിട്ടൊന്നും ഇല്ല. എന്നാ ഈ ചില ഗുരുക്കന്മാരിലൂടെ ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു മിസ്റ്റിക് തലത്തിലാണ്. അതൊരു വാചികമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഒരു രേഖയായിട്ടോ ഒന്നും ഇല്ല. അതൊക്കെ ഓരോ പാരമ്പര്യം വന്നിട്ട് ആ പാരമ്പര്യം തന്നെ എന്ത് ചെയ്തു അങ്ങ് എക്സ്റ്റെൻഡ് ആയി പോവും ഒരു ഷോർട്ട് പീരീഡില്. മനസ്സിലായി. അതൊരു പരമ്പരയായിട്ടൊന്നും അത് വന്നിട്ടില്ല. അപ്പം ഈ എക്സോർസിസം ഈ വത്തിക്കാൻ ചെയ്യുന്നത് ഈ അറിവൊക്കെ വെച്ചിട്ടാണോ? എക്സോർസിസം അല്ല, അത് എന്റെ ഡിഫറന്റ് ആണ്. കാരണം അത് ഈ യൂറോപ്പില് വേറെ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള, അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. അതൊരു പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നതല്ല. അപ്പൊ അവർ ആ സമയം ഇൻവോക്ക് ചെയ്യുന്നത് അവരുടെ തന്നെ ഊർജ്ജമാണോ അല്ല വേറെ ഡീറ്റീസിനെ വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതല്ല, വേറെ ഡീറ്റീസ്. അത് യൂറോപ്പിലെ കുറെ കൾട്ടുകൾ ഉണ്ടായിരുന്നു യൂറോപ്പിലെ. അതിൽ നിന്ന് വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് റഷ്യയില് ഒക്കെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാ ഈ റഷ്യയിലെ സത്യത്തിൽ റഷ്യയിലും ഇന്ത്യയുടെ ഈ ചില തന്ത്രവിദ്യയായിട്ട് കണക്റ്റഡ് ആണ് റഷ്യ കേട്ടോ. അത് ഈ ചില ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഏതോ ഞാൻ വായിച്ചിട്ടുണ്ട്, ഏതോ വിഷ്ണുവിന്റെ പോലെ 4 കൈയൊക്കെ ഉള്ള വിഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ ഇവിടുത്തെ താന്ത്രികരൊക്കെ പറയുന്നത് ഈ ഈജിപ്തിലത്തെ ഒസൈറീസിന്റെ ആരാധനയും ഈജിപ്തിന്റെ ഐക്കണോഗ്രഫിയൊക്കെ വെച്ച് ഒസൈറീസ് ഇവിടുത്തെ ഭൈരവൻ തന്നെയാ. ഇത് ദേശകാലങ്ങളിൽ ഒരേ ദേവത വേറെ ഭാഷയിലൊക്കെ പോകുമല്ലോ. അപ്പൊ അങ്ങനെ ഐ മീൻ അങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇവിടെ
ഇസ്രായേലിനും കേരളത്തിനും വേണ്ടി രണ്ട് ദൈവങ്ങളൊന്നും പറ്റില്ലല്ലോ. ഒരേ ഡീറ്റിങ്സ് തന്നെ ആയിരിക്കും, ഭാഷാപരമായ വ്യത്യാസങ്ങളിൽ പോകുന്നുണ്ടാവും. അപ്പം ഈ ഹീലിംഗ് ചെയ്യുന്നത് സിദ്ധന്മാര്, ഐ മീൻ ഇപ്പൊ നമ്മളിവിടെ സിദ്ധന്മാരൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനത്തെ സെയിൻസ് ഒക്കെ ഉണ്ടായിട്ടില്ലേ? അതിന്റെ ഒരു ഇതെന്താ ഡിസ്ക്രിപ്ഷൻ? ഉണ്ടുണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ യേശുക്രിസ്തു പറഞ്ഞത് ഹീൽ ദ സിക്ക് എന്ന. ഇപ്പൊ ഹീൽ ദ സിക്ക് എന്ന് പറയുന്നത് ഇന്ന് ഈ പ്രേ ഫോർ ദ സിക്ക് എന്നുള്ളതിലേക്ക് ഡൈല്യൂട്ട് ആയിപ്പോയി. ഈ പ്രേ ഫോർ ദ സിക്ക് എന്നല്ല ജീസസ് പറഞ്ഞേ, ഹീൽ ദ സിക്ക് എന്നാണ്. അതായത് സെയിം എനർജി അല്ലേ എല്ലാവരിലും. അപ്പം അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിന് നമ്മളിപ്പോ ഈ മൊബൈൽ ഫോണൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോൺ ഉപയോഗിച്ച് മറ്റേ ഫോണിനെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. ബഗ് ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ പാച്ച് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ ആ തലത്തിൽ ഒരു മനുഷ്യന് വളരെ നിസ്സാരമായിട്ട് മറ്റൊരാളെ സുഖപ്പെടുത്താൻ പറ്റും. ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഇതൊന്നുമല്ലേ. അപ്പം അതുകൊണ്ടാണ് ഹീൽ. അതാ ത്രൂ ദ ഗ്രേസ് അയാളിലൂടെ അത് സംഭവിക്കുകയാണോ ചെയ്യുക? അതെ അതെ അതെ, അതാണ് യഥാർത്ഥ മെത്തേഡ്. അതുകൊണ്ടാണ് ഹീൽ ദ സിക്ക് എന്നുള്ള ഒരു പ്രയോഗം. മറ്റേന്ന് പറഞ്ഞാൽ പ്രേ ഫോർ ദ സിക്ക് എന്നുള്ള അതൊരു എക്സ്റ്റേണൽ ഏജന്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇൻസ്റ്റിലൂടെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ അതാ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഒറിജിനൽ പറഞ്ഞത് ഹീൽ ദ സിക്ക് എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത്രയും അറിവ് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന എങ്ങനെയാ? ഒരു പുസ്തകം എഴുതിയാ പോരാ, ഒരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു 3-4 പുസ്തകങ്ങൾ നിങ്ങൾ എഴുതണം. ഈ ടു ബിയിൽ എത്തിയിട്ട് ഈ പാസ്റ്റർ ഒരു പുഷ് കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അമേരിക്കയില്. ആരെങ്കിലും ഒന്ന് ഉന്തി കിട്ടാ ഇങ്ങനെ എഴുതും. നിങ്ങൾ എൽഡോസ് ആയിട്ട് സംസാരിക്കാറില്ലേ? എൽഡേഴ്സ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചായിരുന്നു. പുള്ളിക്ക് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അന്നേരം ഞാൻ മിണ്ടിയായിരുന്നു. എൽദോസ് വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പൊ പാസ്റ്ററിനെ നിങ്ങൾ സത്യം പറഞ്ഞ എൽദോസിന്റെ ഒരു ശിഷ്യനായിട്ട് എടുക്കുന്നേ, എന്നിട്ട് അവൻ ഈ മെത്തേഡൊക്കെ പഠിപ്പിച്ചെടുത്ത് എൽദോസിനെ ആക്കുക. എന്നാ എൽദോസ് പുസ്തകം എഴുതിക്കോളൂ, എൽദോസിന് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ. എൽഡേഴ്സ് എഴുതുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല, എഴുതട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാന്നിരിക്കുക. പക്ഷെ ഈ അനുഭവം, ഈ പൂർണ്ണ അനുഭവം ഇല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പോ നമുക്ക് തന്നെ ഉള്ളിലൊരു ഇതുണ്ടാവൂലേ? ഇല്ലേ, ശരിയല്ലേ. അതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പാസ്റ്റർക്ക് ഒരുപാട് അറിവില്ലേ. ഇപ്പൊ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വരെയുള്ള തലത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാം. ഓ പാസ്റ്ററിന് സത്യം പറഞ്ഞ കുറെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പൊസിഷൻ വെച്ചിട്ടാ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചുമ്മാ റൂം ഇടുമ്പോ തന്നെ കേട്ടിരിക്കാൻ എന്തോരം പേരാ. അതാണ് കുറച്ചുകൂടെ നമ്മള് നമുക്കിത് കിട്ടിക്കഴിയും, നമുക്ക് പിന്നെ ഇതൊന്നും മിണ്ടണ്ടെന്ന് തോന്നും. ഒന്നും മിണ്ടണ്ട. യെസ്, ഇത് എന്റെ ഗുരുവൊക്കെ പറഞ്ഞിട്ടുള്ള, അവരാരും ഒന്നും മിണ്ട. അത് എനിക്കത് മനസ്സിലാവും പാസ്റ്ററിന്റെ യുക്തി എവിടെന്നാണ്. പക്ഷെ യുക്തിയല്ല, നമുക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇതിനകത്തൊരു താല്പര്യം തോന്നണ്ടേ. വൈരാഗ്യം. പക്ഷെ നിങ്ങൾ അങ്ങനെ നോക്കരുത്. അപ്പൊ കർത്താവ് ഇത്രയും പ്രവർത്തിച്ചില്ലേ, സെയിൽസ് ഒക്കെ ഇത്രയും പ്രവർത്തിച്ചില്ലേ, ഒരു കാരുണ്യത്തിന്റെ പേരിൽ. അല്ലാതെ അത് ശരിയാണ്. അത് നമ്മള് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നതാണ്. നൈഷ്കർമ്മ്യം നിഷ്ക്രിയതയല്ല. അല്ല, അതെന്തു പറയും സംഭവം പാസ്റ്ററെ? കൃഷ്ണന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവമാണ് കൃഷ്ണൻ ചെയ്തത്. അതായത് ആർക്കും ആ കാലത്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ട അനിവാര്യതയാണ്. അതുപോലത്തെ റോളുകൾ പാസ്റ്റർക്കും ഇല്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. കൃഷ്ണൻ യുദ്ധം ചെയ്തില്ല. കൃഷ്ണൻ യുദ്ധം ചെയ്തില്ലല്ലോ. അല്ല, കൃഷ്ണ യുദ്ധം ചെയ്തില്ലെങ്കിലും മൊത്തം സാധനം സെറ്റ് ചെയ്ത് കൊടുത്തില്ലേ? അതെ. അപ്പൊ അക്ഷയ ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണനോട് പറഞ്ഞാൽ അതെടുത്തൊന്ന് കൊലച്ചാന്നെ കുഴപ്പം. അല്ല, പക്ഷെ ഞാനില്ലേ എന്തോ വെച്ചാ നിങ്ങളെ പോലെ ആരും ഇവിടുന്ന് കാണാനില്ല. അപ്പൊ എന്താ വെച്ചാ നിങ്ങൾ ഏകനായി മാറുകയും ആ അറിവ് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോ നിങ്ങൾക്ക് അവിടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ, വേറെ ആരും കൊടുക്കാനില്ല. അല്ലെങ്കിൽ ഇത് ഇനി കാലത്ത് അന്വേഷിച്ച് ഒരു സാധകൻ വീണ്ടും ഉണർത്തിയെടുക്കേണ്ട അവസ്ഥ വരും. ഓഫ്കോഴ്സ് അങ്ങനെ ഒരു സാധകൻ വന്നു കഴിഞ്ഞാൽ പ്രകൃതിന്ന് കിട്ടും, അത് വേറെ കാര്യം, അതൊക്കെ. പക്ഷെ എന്നാലും പറഞ്ഞില്ലേ, അതായത് കാലാകാലങ്ങളിൽ ഇത് സ്വകരുണ കൊണ്ട് നിങ്ങൾക്ക് കരുണ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ റൂം ഇടുന്നത്. നിങ്ങൾക്ക് ചെറിയ മടിയാണോ പറഞ്ഞു കാര്യമായിട്ട് വ്യാപിക്കാൻ. ഒന്ന് വ്യാപിച്ചെങ്കിൽ ചെയ്യണം പാസ്റ്റർ. ഞാൻ എത്ര നാളായി പറയുന്നത്.
എൽദോസൊക്കെ ആ, എന്നിട്ട് അതെ, നമ്മളാണെങ്കിൽ ശരിയായിരിക്കും. സംസാരിച്ചിട്ട് എനിക്കിപ്പോ നൈസർഗികവും മാനുഷികവുമായ എന്റെ മടിയെ ഞാൻ ഉന്നതവും ഉദാത്തവുമായ നൈഷ്കർമ്മ്യം എന്ന ഭാഷാന്തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നതാണ്. ശരിയായിരിക്കും കേട്ടോ. പക്ഷെ അതേസമയം ഉള്ളിൽ കരുണയുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നതും. അതെ അതെ, നമുക്ക് എനിക്ക് തോന്നുന്നത് അറിയിക്കണമെന്നും ആ അറിവ് പാസ് ഓൺ ചെയ്യണമെന്നും ഇച്ഛ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് സമൂഹത്തിൽ തന്നെ പാസ്റ്റർ നിൽക്കുന്നത്. അപ്പൊ അതിനൊരു കാലം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാന്നാ. പക്ഷെ ഒരുപാട് സമയം കളയരുത്. ഇപ്പൊ പിടിക്കണം സാധനം. സാധനം സെറ്റാന്ന് എനിക്ക് തോന്നണേ. നിങ്ങൾ എൽദോസിൽ ടീം ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ അടിപൊളി ഒരു റവല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കാരണം എൽദോസ് നിങ്ങൾക്ക് വേണ്ട ഫിലോസഫിക്കൽ ജസ്റ്റിഫിക്കേഷനും ലോജിക്കൽ ജസ്റ്റിഫിക്കേഷനും ഒക്കെ ഞാനും എൽദോസ് ഒരുപാട് സിസ്റ്റംസ് ഓഫ് പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പാസ് ചെയ്തതല്ലേ. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഘം, ഒരു ജനറേഷൻ ഓഫ് ക്രിസ്ത്യൻസിൽ നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ വേ ഓഫ് തിങ്കിങ്ങും സത്യത്തിലേക്കുള്ള വഴിയൊക്കെ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റും. ചെറിയ കാര്യമല്ലല്ലോ. അതേ പറ്റി ആലോചിക്കാൻ ഞാൻ മൊത്തം എങ്ങനെയാണ് ഭൗതികവാദത്തിൽ നിന്ന് പൊളിച്ച് മോണിസ്റ്റിക് ഐഡിയലിസം വരെ എത്തിക്കുക എന്നുള്ള ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, യുക്തിയിൽ മാത്രം. പക്ഷെ ഇതൊരു സ്റ്റാൻഡ് അലോൺ അന്വേഷകനല്ലേ എടുക്കുള്ളൂ. നിങ്ങൾ അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒത്തന്റിക് ആ സ്പിരിറ്റിൽ ആ സെയിൻസിന്റെ ലീനേജ് പറയണം. അപ്പൊ അവരുടെ ഒക്കെ ആ അനുഗ്രഹവും അതിപ്പോ നിങ്ങളുടെ ഇതില് ഇപ്പൊ കർത്താവിന്റെ ലീനേജിൽ നിന്ന് വരുന്ന ഒരു സാധനമല്ലേ. അപ്പൊ ആ ഒരു പവർ ഉണ്ടാവും അതിന്. അതിപ്പോ ജനറൽ ആയിട്ട് പറയുമ്പോ അത് കിട്ടൂലല്ലോ. അവിടെയാണ് ആ വ്യത്യാസം. ആ സെയിൻസിന്റെ ഒക്കെ അനുഗ്രഹം അവിടെ ഉണ്ടാവും. അത് ശരിയാ. ആ പരമ്പരയിലത്തെ ബാക്കി നിൽക്കുന്ന ആ ഊർജ്ജം ഒക്കെ ഇതിനെ സഹായിക്കുകയും അതൊരു വലിയ പോസിറ്റീവ് ഇതിലേക്ക് പോകും. നമസ്കാരം മാസ്റ്ററെ. നമസ്കാരം. ഞാനാണ് കേട്ടോ, ആരായി ഞാൻ? എമ്മോ. നിങ്ങൾ എന്തിനാ ഈ വേറെ വേറെ പേര് വരുന്നത്? ഇത് ഞങ്ങളുടെ വട്ടശ്ശേരി പിതാവ്. ശരി, സൂസാപ്പാക്കിയെന്നാണല്ലോ എഴുതിക്കുന്നത്. അല്ല, പ്രൊഫൈല്. ആ, ഈ പാസ്റ്ററെ, നമ്മുടെ ഈ മാർ സേവറിയോസിന്റെ പിതാവിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകം ഏതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള? അങ്ങനെയല്ലോ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പുസ്തകമല്ല, അദ്ദേഹത്തിന്റെ ഹോമിലീസ് ഉണ്ട്. ഒരു 125 പ്രസംഗമുണ്ട്. അത് ഹോമിലീസ് ഓഫ് സേവറസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഹോമിലീസ്. ആ, ഹോമിലി എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നർത്ഥം. HOMOLIES. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഈ കാലത്ത് ഇങ്ങനെ ഈ എന്ത് സാധനവും ടൺ കണക്കിന് ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അറിവിന്റെ വലിയൊരു സ്ഫോടനം. പഴയ കാലത്തൊക്കെ ഒരു പുസ്തകമൊക്കെ കിട്ടണം എന്ത് ബുദ്ധിമുട്ടാ. മേടിക്കാൻ തയ്യാറായ തന്നെ, പണം മുടക്കാൻ തയ്യാറെ തന്നെ അവൈലബിലിറ്റി ഇല്ല. ഇപ്പൊ അതുമല്ലാണ്, ഫ്രീ ആയിട്ട്. ഞാനൊരു കാര്യം കേൾക്കാണ് പാസ്റ്റർ, ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ സേവറിയോസിന്റെ ചെറുപ്പകാലത്തുള്ള എഴുത്തുകളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രായം ചെന്ന സമയത്ത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരിക്കലല്ല. ആരാ പറഞ്ഞത്? അതായത് വിമർശകനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോ, അതാണ് ചോദിച്ചത്. ഇല്ല, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്ത്യാനി ആവുന്നതിന് മുമ്പുള്ള കാര്യമാണോ? അയാളൊരു വക്കീലാണ്. അയാളൊരു വക്കീലായിരുന്നു. പുരോഹിതനായ ശേഷമാണ്. ചെറുപ്പകാലത്ത് ഒരു യങ്സ്റ്റേഴ്സ് ആകുമ്പോ ഉള്ളതുണ്ടല്ലോ.
ആ സമയത്ത് വരുന്നത്. ഇല്ല എനിക്ക് ഇല്ല പുള്ളിക്കാരനെ പറ്റി പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ബുക്കുകളൊന്നും കിട്ടിയില്ല ഇല്ലില്ല, നോക്കിയിട്ട്. നേരെ തുടക്കം തൊട്ട് ഒറ്റ കാര്യമേ വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അത് പറഞ്ഞതിനാണ് പുള്ളിക്ക് ഈ പീഡകൾ മുഴുവൻ ഉണ്ടായത്. മനസ്സിലായോ? ഉം. എല്ലാ ഉപദ്രവവും ഏറ്റത് അതിനു വേണ്ടിയാ. അത് പിന്നെ വേറെ വേറെ പറഞ്ഞു പറഞ്ഞു. എന്നാ പിന്നെ അടി കൊള്ളാതിരിക്കാനുള്ള പണി പറഞ്ഞാൽ ജീവിതകാലം പറയുന്ന പോലാണെങ്കിൽ ഇങ്ങനെ വിഷയമില്ലല്ലോ. ജീവിതകാലം മുഴുവൻ അടിയും തൊഴിയും കൊണ്ട് ഒരു മനുഷ്യൻ മാറ്റി പറഞ്ഞു തന്നെ. എന്താ പിന്നെ ആദ്യം മാറ്റി പറഞ്ഞാൽ പുള്ളിക്ക് സുഖമായിട്ടിരിക്കത്തില്ല. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്ത് ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ദൈവവും മനുഷ്യനും ഒന്നാണ്, യേശുക്രിസ്തുവിൽ അത് ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോർ സബ്ജക്റ്റ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഇത് ഞാനത് വായിച്ചായിരുന്നു. എന്റെ ഭാഷ ചോദിച്ചു, ഈ യേശുക്രിസ്തുവിൽ മനുഷ്യത്വമാണോ കൂടുതൽ അതോ ദൈവത്വമാണോ കൂടിയത്, അതോ മനുഷ്യത്വത്തെ ദൈവത്വം വിഴിഞ്ഞു? അങ്ങനെ ഒന്നിനെ വിഴുങ്ങിയിട്ടില്ല. മനസ്സിലായോ? ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു. ദൈവവും മനുഷ്യനും ഒന്നായിട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൽ. അപ്പൊ യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന അനുഭവത്തിലേക്ക് എല്ലാവരും വരുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വം കൂടുതൽ ഉണ്ടാകുന്ന പലരും സംശയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ തിയറിക്കകത്ത് മനുഷ്യത്വം കൂടുതലാണെന്നല്ലേ പറയുന്നത്? ശരിയാണോ? മനുഷ്യത്വം കൂടുതലാണോ? അങ്ങനെയാണ് പൊതുവിലുള്ള ക്രിറ്റിസസ് ഒക്കെ പറയുന്നത്, ആര് പറഞ്ഞു? ഈ വിമർശകരെ. ഇത് ചുമ്മാ പറയുന്നത്. ദൈവത്വം കൂടുതലാണെന്ന് ഒരാരോപണം ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യത്വം കൂടുതലാണെന്ന് കേട്ടിട്ടില്ല. പിന്നെ അതിനൊക്കെ ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരേ സ്വഭാവമാണോ അതോ വ്യത്യസ്ത സ്വഭാവമാണോ? ഒരേ സ്വഭാവ. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി യേശുക്രിസ്തുവിനെ പറഞ്ഞ എന്റെ സംസാരിക്കുന്നതിനൊക്കെ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാ? അല്ല, ഈ യേശുക്രിസ്തുവിനെ പറഞ്ഞത് എന്റെ പ്രവർത്തിക്കുന്നതിനൊക്കെ പരിശുദ്ധാത്മാവിനോട് കളിക്കരുതെന്ന് പറയൂല്ലോ. അങ്ങനെയുണ്ടോ? അത് എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന അങ്ങനെ ഒന്നും ഒരു വചനം ഉണ്ടല്ലോ. അതായത് ഈ പിതാവിനെയും പുത്രനെയും കുറിച്ച് ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, പക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുകയല്ല. അതാണോ ഉദ്ദേശിച്ചേ? അതെ, അത് തന്നെ. അത് കൃത്യം പറയണ്ടേ? അതാണ്. അത് എന്നാന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് ഈ സ്പിരിറ്റ് എന്നുള്ളത് ഒരു സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീലിംഗമാണ്. അപ്പൊ നമ്മളിപ്പം എന്നോടോ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളോടോ എല്ലാം പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. പെണ്ണുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുകയില്ല. ആ ഒരു കോൺസെപ്റ്റ്. അയ്യോ, അതാണ് ഞാനിപ്പോ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ, ഈ തിയറി പറഞ്ഞപ്പോൾ ഞാനിപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഈ വചനമാണ്. പെന്തക്കോസുകാരുടെ പരിശുദ്ധാത്മാവ് പുരുഷന്. പരിശുദ്ധാത്മാവ് പുരുഷനാകുമ്പോ ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ മെൻസോസ്ല, 3 ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കുക. മനസ്സിലായോ? സ്പിരിറ്റ് ഫെമിനിൻ എനർജിയാണ്. സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഫെമിനിൻ എനർജിയാ? ഫെമിന. ഓ, അപ്പൊ ശിവശക്തി, പുരുഷ പ്രകൃതി, അത് ഇതൊക്കെ തന്നെ. തന്നെയായിരുന്നു. അത് തന്നെ. അങ്ങനെയാ. അയ്യോ, അതപ്പൊ എങ്ങനെ ഇത്രയും കോൺവല്യൂട്ടഡ് ആയി മാറിപ്പോയി ഇന്ന് കാണുന്ന രീതിക്ക്? അത് 2-ാം നൂറ്റാണ്ടിലെ മാറ്റിയതാ മൊത്തം ബൈബിൾ. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ബൈബിള് കിട്ടാനില്ല, മുഴുവൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ പെണ്ണായിട്ട് എഴുതിയിരുന്ന സ്പിരിറ്റിനെ മുഴുവൻ ആണാക്കി. കോപ്പീസ് ഓഫ് ബൈബിൾ ഈസ് നോട്ട് അവൈലബിൾ. അല്ല, ഇവർ കത്തിച്ചു. എന്നിട്ട് ഈ ശസ്ത്രക്രിയ ഇന്ത്യയിലും യൂറോപ്പിലും ഒക്കെ ഇതേ സത്യം ഒരു കാലത്ത് വെളിപാടായിരുന്നു. അത് മ്യൂട്ടേറ്റ് ചെയ്ത് മാറിയ ഫോംസ് ആയിട്ടാണ് ഇന്ന് അടിയുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോ ഞാൻ ഇതും കൂടെ ഞാനിപ്പോ ഓർത്തഡോക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. ഇപ്പൊ നിങ്ങൾ അക്ഷയ പറയുമ്പോ ഒന്നുകൂടെ ഞെട്ടില്ല.
പക്ഷെ ഒന്നുകൂടെ ഞെട്ടിയില്ല ഇത് ഫെമിനിനാന്ന് കേട്ടപ്പോ. അതെ അതെ, അതായത് ശക്തി തന്നെയാണ് അപ്പൊ സ്പിരിച്വൽ. ഞാനിങ്ങനെ ഇവർ ഇതിനെപ്പറ്റി പക്ഷെ പുത്രൻ പറയുന്നുണ്ട്, പക്ഷെ ഈ സ്പിരിറ്റ് ജെൻഡർ ന്യൂട്രൽ ആണോ, അങ്ങനെയാണ് പലരും സംസാരിക്കുന്നത് കേൾക്കുന്നത്. അത് ഫെമിനിൻ അല്ലല്ല, ആയിരിക്കുമെന്ന് തോന്നിയായിരുന്നു. ഫെമിനിൻ ഫെമിനിൻ ഫെമിനിൻ. അപ്പൊ അതാണോ ഇത് പറയുന്നത്, നീ നിന്റെ ഭാര്യയുമായി ഒട്ടിച്ചേർന്ന് ഒന്നായി മാറുന്നുള്ളത് ആ ഒരു അദ്വൈതമാണോ സൂചിപ്പിക്കുന്നത് ആ വേർഡ്സ് ഒക്കെ? അല്ല അങ്ങനെ ഇതിനകത്ത് ഇപ്പം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. അപ്പം ആ മനുഷ്യനിൽ തന്നെ സ്ത്രീ ഉണ്ടായിരുന്നു, പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു എന്നാ പറയുന്നത്. അപ്പോ ദൈവത്തിനകത്തൊരു സ്ത്രീ ഉണ്ട്, സ്ത്രീ ഉണ്ടായേ പറ്റൂ, കാരണം ദൈവത്തിന്റെ ഛായ സൃഷ്ടിച്ച മനുഷ്യന്റെ അകത്ത് സ്ത്രീ ഉണ്ടല്ലോ. മനസ്സിലായ ആ പ്രയോഗം? അപ്പം ഈ ദൈവമില്ലേ, അതിനകത്ത് ദൈവം ഇപ്പൊ ഈ എന്നാ എന്തോന്നാണ് പറഞ്ഞത്, ഏതോ ഒരു പ്രോഫറ്റിനെ മൊട്ടത്തലേന്ന് വിളിച്ച് കളിയാക്കിയതിന് ആ 40 പിള്ളേരെയും കൊന്നു എന്നൊക്കെ, അതൊക്കെ ലേറ്റർ അഡീഷൻ ഒക്കെ ആണെന്ന് എൽദോസ് പറയുന്നത്. അങ്ങനെ അഡീഷൻ ഒക്കെ ഉള്ളതാണ്